അമൃതാത്മാക്കളെ, സനാതന ധർമ്മികളായ സനാതനധർമ്മവിശ്വാസികളായ നമ്മുടെ പ്രമാണ ഗ്രന്ഥമാണ് വേദം. വേദമെന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. ആ ഒന്നായി കിടന്നതായ വേദരാശിയെ വിഷയാടിസ്ഥാനത്തിൽ ഭാഗിച്ചയാളാണ് വ്യാസൻ. വ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗിക്കുക. വേദത്തെ വ്യസിച്ചതുകൊണ്ട്, ഭാഗിച്ചതുകൊണ്ട് വ്യാസൻ എന്ന പേരുണ്ടായി. വേദം പിന്നീട് വരുന്നതായ സ്മൃതികൾ, അനേകം സ്മൃതികളുണ്ട്. സ്മൃതികാരന്മാരായ ഋഷീശ്വരന്മാർ അനേകം ആളുകളുണ്ട്. മനുസ്മൃതിയൊക്കെ നമുക്ക് പരിചിതമാണ്. മനുസ്മൃതി, പരാശര സ്മൃതി, അത്രിസ്മൃതി, ആപൽസ്തംഭ സ്മൃതി, ഇങ്ങനെ അനേകം ഋഷീശ്വരന്മാരുടെ പേരുകളിൽ അനേകം സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്. ശ്രുതി, സ്മൃതി, പിന്നീട് വേദാന്തം, വേദാനാം അന്തഃ വേദാന്ത, ഉപനിഷത്തുക്കൾ. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപനിഷത്, അടുത്ത് താഴെയായി ഇരിക്കുന്നത്. ഒരു ഗുരുനാഥനെ പോലെ അടുത്ത് കൂടെ കൊണ്ടു നടക്കാവുന്നത് ഉപനിഷത്തുക്കൾ. അത് ലക്ഷത്തിലധികം എണ്ണമുണ്ടായിരുന്നു. പിന്നീട് വരുന്നവയാണ് പുരാണം. പുരാണങ്ങൾ പ്രധാനപ്പെട്ടവ 18, ഉപപുരാണങ്ങൾ 18. പുരാ അപി നവം, പണ്ടേ ഉള്ളതാണെങ്കിലും ഇപ്പോഴും പുതുമയുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ കൊണ്ടാടുന്നത്. എന്നും ഇന്നും അന്നും നാളെയും പുതുമയുള്ളതാണ്. ആ പുരാണങ്ങളിൽ തന്നെ പ്രഥമസ്ഥാനം അർഹിക്കുന്ന ശ്രീമദ് ഭാഗവതം, ഭാഗവത പുരാണം, ഭവിഷ്യപുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, വിഷ്ണുപുരാണം, വരുണപുരാണം, വായുപുരാണം, ഇങ്ങനെ 18 പുരാണങ്ങൾ, പിന്നീട് 18 ഉപപുരാണങ്ങൾ. ഇവയൊക്കെ വ്യാസമഹർഷി ചമച്ചതാണ്. ഒരിക്കലും ശൗനകാദി മഹർഷിമാര് ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം കലി ബാധിക്കാത്തതായ നൈമിഷ ക്ഷേത്രത്തിൽ താമസമാക്കി. വ്യാസൻ്റെ ശിഷ്യവത്സലനും ബലരാമൻ്റെ അനുഗ്രഹശക്തിയും കൂടി മൂർത്തീഭവിച്ച, അതുപോലെ പരീക്ഷിത് മഹാരാജാവിൻ്റെ സതീർത്ഥ്യനും ആയ സൂതൻ അവിടെ എത്തിച്ചേരുന്നു. അവിടെ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ജീവന് മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടതായ പരമമായ ശ്രേയസ് എന്താണ്? വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളുടെ പരമമായ സാരം എന്താണ്? ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവയ്ക്കുള്ള മറുപടി പറയും. അതുപോലെ തന്നെ അവർ ചോദിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ അന്തർധാനം ചെയ്ത ശേഷം ധർമ്മക്കം ശരണം വ്രജ, ധർമ്മം ആരെ ആശ്രയിച്ചു? അതുപോലെ ഭഗവാന്റെ മത്സ്യകൂർമാദി അവതാരങ്ങളും വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് പ്രഥമസ്കന്ധം ആരംഭിക്കുകയാണ്. അവിടെ സൂതൻ പരമഗുരുവായ ശുഗബ്രഹ്മർഷിയെ വന്ദിച്ച് മറുപടി പറയുകയാണ്. മനുഷ്യലാഭം കൊണ്ട് നേടേണ്ടതായ പരമമായ ശ്രേയസ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭക്തിയാണ്. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി, അന്ത്യകാലത്തെങ്കിലും ആ നാരായണ സ്മൃതിയോടുകൂടി
ഈ ദേഹത്തെ വിട്ട് ദേഹി പോയാൽ ഇനി ജനിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം. വീണ്ടും ജനിക്കേണ്ടിയും മരിക്കേണ്ടിയും വരും. അത് അടുത്ത ജന്മം കിട്ടുക, ഇനി ഒരു ജന്മം വേണ്ട. ഈ ജന്മത്തിൽ തന്നെ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഇനിയൊരു ജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കണം. ഇനിയൊരു ജന്മം വേണ്ട. പരിപാലയമാം നാരായണ ജയ. മറ്റെല്ലാ ജീവികളും തിര്യക്കുകളാണ്. ഇനിയൊരു മനുഷ്യജന്മം കിട്ടണമെന്നില്ല. തല നേരെ നിൽക്കാനും ചിരിക്കാനും ചിന്തിക്കാനും വിവേചിച്ചറിയുവാനും ഒന്നും കഴിവില്ലാത്ത ജീവികൾ. ഇതെല്ലാം കൂടി ഒന്നിച്ചു തന്ന മനുഷ്യനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഈ ജന്മത്തിൽ തന്നെ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മോക്ഷത്തെ പ്രാപിക്കണം. അസ്ത്യേവമേ സർവം ഇതം ത്വയോക്തം. അങ്ങ് പറഞ്ഞതെല്ലാം തന്നെ എനിക്കറിയാം, അതെല്ലാം എനിക്കുണ്ട്. എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നില്ല. ബ്രഹ്മാവിൻ്റെ പുത്രനും അറിവുള്ളവനുമായ അങ്ങയോട് എൻ്റെ സന്തോഷത്തിന് ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? അപ്പം നാരദമുനിയുടെ അഗാധമായ അറിവ് അതിനി വിവരിക്കും. ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനും കാര്യകാരണങ്ങളെ അതാതിൽ നിലനിർത്തുന്ന നിയന്താവും ഒന്നോടും ചേർച്ചയില്ലാത്തവനും പുരാണ പുരുഷനുമായ ഭഗവാൻ ശ്രീനാരായണനെ ഉപാസിച്ചിരിക്കുന്ന അങ്ങ് സകലമാന രഹസ്യത്തെയും അറിയുന്നവനാണ്. പരാവരേശോ മനസൈവ വിശ്വം സൃജതി അത്തി അവതി. ഈ ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവനാണ്. സർവപ്രാണികളുടെയും ഉള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ് ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന എനിക്ക് എൻ്റെ ന്യൂനത എന്താണ് എന്ന് പറഞ്ഞു തരണം. മേ ന്യൂനമലം വിചക്ഷ. എൻ്റെ ന്യൂനത എന്താണ് എന്ന് അവിടുന്ന് പറഞ്ഞു തരണം. ഭഗവാന്റെ നിർമ്മലമായ പ്രവൃത്തി ആയ ഭഗവാന്റെ യശസ്സിനെ പ്രാധാന്യേന വർണ്ണിക്കാത്തത് കൊണ്ട് അങ്ങയാൽ ആ ഭാഗം പറയപ്പെടാത്തതുപോലെ കരുതണം. അതുകൊണ്ട് അങ്ങയുടെ അറിവ് അപൂർണമാണ് എന്ന് ഞാൻ കരുതുന്നു. ഏനേ വാസൗ ന തുഷ്യേത. അതുകൊണ്ടാണ് അങ്ങയുടെ മനസ്സിന് ഇനിയും ഒരു കൃതകൃത്യത വരാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെന്ത് ചെയ്യണം? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ഏതുവിധം ഇവയെക്കുറിച്ച് പൂർണ്ണമായിട്ട് അങ്ങ് വർണ്ണിച്ചിട്ടുണ്ടോ? പക്ഷേ അതെല്ലാം കാക്കകൾക്ക് കുളിപ്പാനുള്ള പൊട്ടക്കുളങ്ങൾക്ക് സദൃശമാണ്. എന്താ കാരണം? പരമഹംസന്മാരെ ആ വാക്കുകളിൽ രമിക്കുന്നില്ല, അങ്ങയുടെ വാക്കുകളിൽ. എന്താ കാരണം? അങ്ങ് അർദ്ധകാമങ്ങളില് ആസക്തിയുള്ളവരാക്കി തീർത്തു ഈ ജനങ്ങളെ മഹാഭാരതത്തിൽ കൂടിയൊക്കെ ചെയ്തത്. ഈ പരമഹംസന്മാരായ ആളുകള് ഹംസപക്ഷികൾ ചെളികെട്ടിക്കിടക്കുന്ന കാക്കകൾ കുളിക്കുന്ന മലിനജലത്തിൽ കുളിക്കില്ല. അതുകൊണ്ട് ഭഗവത് ഗുണകീർത്തനരഹിതമായ വാക്കുകളിൽ അവർ ആനന്ദിക്കില്ല. ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്നതായ ഗ്രന്ഥം, ഏതൊരു വാക്പ്രയോഗത്തില് ഭഗവാന്റെ വാത്സല്യാദി ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന നാമങ്ങൾ അടങ്ങിയിരിക്കുന്നുവോ, ആ വാക്കുകള് കേൾക്കുന്നവരുടെ സകല പാപത്തെയും കഴുകിക്കളയുന്നുവോ,
അതിന് തക്ക പരിശുദ്ധിയുള്ളതാവണം. കേൾപ്പാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ആരുമില്ലെങ്കിൽ സ്വയം കീർത്തനം ചെയ്തുകൊണ്ടിരിക്കണം ഭഗവൻ നാമങ്ങള്. ശ്രുതജ്ഞോ നിത്യനൂതന. കേൾക്കും തോറും അത് ഭഗവത് കഥകള് പുതുമയുള്ളതായിട്ട് തോന്നിക്കും. അപ്പോ ദുഃഖത്തിന് കാരണമായിരിക്കുന്നതും ആ കർമ്മം ഈശ്വരങ്കൽ സമർപ്പിക്കപ്പെടാത്തതാണ്. അതാണ് ദുഃഖത്തിന് കാരണം. ഈശ്വരങ്കൽ സമർപ്പിക്കാത്തതായ ഏതു കർമ്മവും ശൂന്യമാണ്, ഫലരഹിതമാണ്. ഭക്തിയില്ലാത്തതായ ജ്ഞാനം, വാക്ചാതുര്യം, കർമ്മകൗശലം ഇവയെല്ലാം വ്യർത്ഥങ്ങളാകും. ഭഗവാൻ ശ്രീഹരിയുടെ ചരിതത്തെ വർണ്ണിക്കണം. അതുകൊണ്ട് അങ്ങ് ഭഗവാൻ ശ്രീഹരിയുടെ ചരിതത്തെ വിസ്തരിച്ചു വർണ്ണിക്കണം. അങ്ങ് അനേകവിധ ലീലകൾ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈശ്വരൻ്റെ ഓരോവിധ ചേഷ്ടകളെയും സമാധിയിൽ കണ്ടറിഞ്ഞ് സകല ജീവികളുടെയും ബന്ധനമുക്തിക്ക് വേണ്ടിയതായ വർണ്ണന ചെയ്യണം. ഒന്നിൽ നിന്നും സുഖം സിദ്ധിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മനുഷ്യരുടെ ചിത്തം. പുരുഷന്റെ ചിത്തം കാറ്റിൻ്റെ ശക്തിയാൽ ചലിക്കപ്പെടുന്ന പായ്ക്കപ്പൽ പോലെയാണ്. എവിടെയാണ് സുഖം, എവിടെയാണ് സുഖം, എവിടെ പോയാലാണ് മനഃശാന്തി ഉണ്ടാവുക, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തീർത്ഥാടനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ഓരോന്ന് തോന്നും. വാതാഹത നൗരിവാസ്പദം. പായ്ക്കപ്പൽ കാറ്റിൻ്റെ ചലനത്തിനനുസരിച്ച് നീങ്ങുന്നത് പോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മം കൊണ്ടോ സന്താനലാഭം കൊണ്ടോ ധനം കൊണ്ടോ ദാനം കൊണ്ടോ ആർക്കും ഈ സംസാരമോചനം സിദ്ധിക്കുകയില്ല എന്നാണ് വേദവാക്യം. ഈ സംസാരം എന്ന് പറഞ്ഞാൽ സംസാരം, ഭവം എന്നൊക്കെ ശാസ്ത്രഭാഷയിൽ പറയുന്നത് വീണ്ടും ജനിക്കുക വീണ്ടും മരിക്കുക ഇതിനാണ്. അങ്ങനെ സംസാരക്ലേശ നിവൃത്തിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ആ ഭഗവത് കഥകള് കീർത്തിക്കുക എന്നുള്ളതാണ്. അജ്ഞനായ ഒരുവന് ഈശ്വരനില് ഭക്തി ഉതകുന്നതായ അവതാര ലീലകള് അങ്ങ് വർണ്ണിച്ച് കൊടുക്കണം. ശ്രീഹരിയെ ഭജിക്കാതെ സ്വധർമ്മത്തെ മാത്രം ശ്രദ്ധിച്ചവന് എന്തു ഫലമാണ് കിട്ടാൻ പോകുന്നത്? പുണ്യപാപ കർമ്മങ്ങൾക്ക് അവൻ കീഴടങ്ങുക തന്നെ വേണ്ടിവരും. അതുകൊണ്ട് ഉത്തരോത്തരം ഹരിഭക്തിയെ വർദ്ധിപ്പിച്ച് ഈ സംസാരത്തെ മോചനത്തിന് ഉപകരിക്കുന്നതായ എന്താണോ അത് അവിടുന്ന് ചെയ്യണം. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് പോലും ഈ പുണ്യപാപകർമ്മങ്ങളെ വിട്ടൊഴിയാൻ സാധിക്കുന്നില്ല. അവിടുന്ന് ആ നിത്യാനന്ദത്തെ ഉദ്ദേശിച്ച് പണി ചെയ്യണം. ശ്രീഹരി ഭജനത്തിനുള്ളതായ മാർഗമുണ്ടാവണം. ഹരിഭക്തന് ഒരു ദിക്കിലും അമംഗളമുണ്ടാവില്ല. നമേ ഭക്തപ്രണശ്യതി. ഇത് ഭഗവാന്റെ തന്നെ വാക്കുകളാണ്. പൂർവജന്മത്തില് ആ ശ്രീഹരിയുടെ പാദങ്ങളെ ആശ്രയിച്ചത് കൊണ്ടുള്ള ആനന്ദം ഉപേക്ഷിക്കാത്തതിനാല് ഈ ജന്മത്തിലും മുകുന്ദപാദത്തെ സ്മരിക്കാൻ സാധിക്കും. യതോ ഭൂയ സംസിദ്ധൗ കുരുനന്ദന പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹ്യവശോപിസ. പൂർവജന്മത്തിലെ അഭ്യാസത്തിന് അധീനനായ ജീവൻ
വീണ്ടും അപരോക്ഷാനുഭവം സിദ്ധിക്കുന്നതുവരെ ആ മാർഗത്തിൽ തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഭഗവാന്റെ ലീലകളെ പ്രധാനമായി വർണ്ണിക്കാൻ ഉപദേശിച്ച ശേഷം ഭഗവാൻ ആര്, എന്തൊക്കെ ലീലകള്, ഇതിനെയൊക്കെ സൂചിപ്പിച്ചു. ഈ ലോകം ഭഗവാൻ തന്നെയാണ്. ഈശാവാസ്യമിതം സർവം. ഈ ലോകത്ത് ഉള്ളതെല്ലാം, കാണപ്പെടുന്നതെല്ലാം, ഉള്ളതെല്ലാം തന്നെ ഈശേന ആവാസ്യം ഭവതി, ഈശ്വരനാൽ മൂടപ്പെട്ടതാണ്. എന്നാൽ ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് വേറിട്ടവനാണ്. ഇതിൻ്റെ സാരം എന്താണ്? പ്രപഞ്ചം ഈശ്വരനിൽ നിന്ന് വേറിട്ടതല്ല, ഈശ്വരനാകട്ടെ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടതുമാണ്. ഇപ്പൊ വ്യാസരുടെ മഹാത്മ്യത്തെ നാരദ മഹർഷി ലോകത്തിന് ബോധിപ്പിക്കുകയാണ്. അങ്ങയുടെ അറിവിന് ഒരിടത്തും തടസ്സമില്ല, ജന്മാദി വികാരങ്ങളില്ലാത്തവനാണ്. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഈ ജന്മാദി വികാരങ്ങളുണ്ട്. അസ്ഥി, ജായതേ, വർദ്ധതേ, പരിണമതേ, ക്ഷീയതേ, നശ്യതേ, ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. ലോകത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി സ്വേച്ഛയ അവതരിച്ച പരമാത്മാവിൻ്റെ അംശമാണ് അവിടുന്ന് എന്നറിഞ്ഞാലും, അതുകൊണ്ട് ഭഗവാൻ ശ്രീഹരിയുടെ പരാക്രമത്തെ പ്രാധാന്യേനെ അങ്ങ് നിരൂപണം ചെയ്യണം. ഇതൊന്നുകൊണ്ട് അങ്ങയുടെ തപസ്സു മുതലായ സകലവും സഫലമായി ഭവിക്കും. ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ വർണ്ണിക്കുക. അപ്പോ നാരദ മഹർഷി തന്നെ പറയുകയാണ്, ഇതൊക്കെ ഞാൻ സ്വാനുഭവത്തിൽ നിന്ന് കിട്ടിയതാണ്. അഹം പുരാതീത ഭവേ ഭവം മുനി ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം. പൂർവജന്മത്തില് ഞാൻ ഒരു ദാസീപുത്രനായിരുന്നു. ഒരിക്കല് മഹർഷീശ്വരന്മാര് ആ ഗൃഹത്തിൽ ചാതുർമാസ്യ വ്രതമനുഷ്ഠിക്കാനായി വന്നു ചേർന്നു. എന്നോടുള്ള കൃപ കൊണ്ട് ആ ഋഷീശ്വരന്മാരെ ശുശ്രൂഷിക്കുവാനായി എന്നെ ചുമതലപ്പെടുത്തി. അപ്പോ ഞാൻ വളരെ കൊച്ചുകുട്ടിയാണ്. കളിക്കോപ്പുകളിലൊന്നും തൊടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടുന്നവനാണ്. അവരുടെ ആ ഋഷീശ്വരന്മാരുടെ ആവശ്യങ്ങളെ അവരുടെ മനോഹിതമനുസരിച്ച് ചെയ്തു കൊടുക്കുന്നവനാണ്. വേണ്ട കാര്യം മാത്രം സംസാരിക്കുന്നവനാണ്. കാര്യമാത്ര പ്രസക്തമായത് മാത്രമേ സംസാരിക്കൂ. അങ്ങനെ അവരെ ശുശ്രൂഷിക്കുന്ന ബാലനായ എന്നില് അവർക്ക് ദയയുണ്ടായി. ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ഞാൻ. അതും എങ്ങനെ? അവരുടെ ഉച്ഛിഷ്ടം. അവരുടെ ആ ഉച്ഛിഷ്ടത്തിൻ്റെ വൈഭവത്താൽ എൻ്റെ ചിത്തം പരിശുദ്ധമായി. പരമേശ്വരനിൽ എൻ്റെ മനസ്സിൽ രതിയുണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ശ്രീകൃഷ്ണ കഥകളെ കീർത്തനം ചെയ്യുമ്പോൾ അവരുടെ പ്രസാദം ഉള്ളതുകൊണ്ട് എനിക്കും അത് കേൾക്കാൻ സാധിച്ചു. എനിക്ക് ഭഗവാനിലും ഭഗവത് കഥകളിലുമൊക്കെ രുചിയുണ്ടായി. എൻ്റെ ബുദ്ധി ആ സമയത്ത് ഇളക്കമില്ലാത്തതായി തീർന്നു. ആ സ്ഥിരബുദ്ധി നിമിത്തം ഞാൻ സ്ഥൂല സൂക്ഷ്മരൂപമായി ശരീരം, പ്രപഞ്ചാതീതനും ബ്രഹ്മസ്വരൂപനുമായ എന്നിൽ മായയാൽ കൽപ്പിക്കപ്പെട്ടതാണ് എന്ന തത്വത്തെ പ്രത്യക്ഷമായി അറിഞ്ഞു. ദിവസവും ശ്രദ്ധയോടെ ഭഗവത് കഥകൾ കേട്ടിരുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിലെ രജോ ഗുണവും തമോ ഗുണവും എല്ലാം ഇല്ലാതായി. അങ്ങനെ തമോ ഗുണത്തെ മുഴുവൻ നശിപ്പിച്ച് ശുദ്ധഭക്തി എൻ്റെ ഉള്ളിൽ ജനിച്ചു.
ആ ഭാഗവത ധർമ്മത്തെ പരമകാരുണികന്മാരായ അവരെനിക്ക് ഉപദേശിച്ചു. ഈശ്വര തത്വത്തെ അറിയുന്നത് തന്നെ തത്ത്. ഈ ജ്ഞാനം ആർക്കുണ്ടാവുന്നുവോ അവര് വാസുദേവ പദത്തെ ചേരുന്നു. അങ്ങനെയുള്ള ആളുകള് താപത്രയങ്ങളിൽ നിന്ന് തന്നെ മുക്തിയെ പ്രാപിക്കുന്നു. ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങളിൽ നിന്ന് അവർ മോചനം പ്രാപിക്കുന്നു. അപ്പൊ ഈ സംസാരത്തെ തടുക്കുന്നതായ സിദ്ധൌഷധം, ആ രഹസ്യത്തെ ആ ഋഷീശ്വരന്മാർ എനിക്കായി ഉപദേശിച്ചു തന്നു. എപ്രകാരമാണോ നെയ്യ് മുതലായവ ഉപയോഗിച്ചാൽ, ആവശ്യത്തിലധികം ഉപയോഗിച്ചാൽ അത് രോഗകാരണമായി തീരും. എന്നാൽ അത് ഔഷധമായി സേവിച്ചാലോ ആ രോഗശമനത്തിന് ഉപകരിക്കും. ആ മരുന്നുകളൊക്കെ നെയ്യോട് ചേർത്ത് കാച്ചി അരച്ച് നിയമേന സേവിച്ചാൽ അത് രോഗത്തെ തന്നെ ശമിപ്പിക്കുന്നതാവും. അതുപോലെ എല്ലാ പ്രവൃത്തികളും പുണ്യപാപ രൂപങ്ങളായിരിക്കയാൽ ദുഃഖരൂപങ്ങളായ ഫലങ്ങളെ ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അജ്ഞാനത്തെ നിശേഷം നശിപ്പിക്കുന്നതായ ആ ഭഗവത് കഥകള്, അതിൽ ഞാൻ എപ്പോഴും രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രം പോരാ, കർമ്മം ചെയ്യേണ്ടതുണ്ടല്ലോ. യത് കരോഷി യദശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമദർപ്പണം. അല്ലയോ കുന്തിപുത്ര, നീ ഏതൊന്ന് ചെയ്യുന്നുവോ, ഏതൊന്ന് അനുഭവിക്കുന്നുവോ, ഏതുവിധം ഹോമം ചെയ്യുന്നുവോ, ഏതുവിധം ദാനം ചെയ്യുന്നുവോ, ഏതൊരു തപസ് ചെയ്യുന്നുവോ, ആ വക എല്ലാ പ്രവൃത്തിയും എനിക്കായിക്കൊണ്ട് സമർപ്പിക്കുക. ഇതാണ് ഭഗവാന്റെ ഉപദേശം. അങ്ങനെ ആ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ആ വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ മുതലായ 4 സ്വരൂപത്തോടു കൂടിയ ഭഗവാനെ, ഭഗവത് സ്വരൂപങ്ങളെ നമസ്കരിക്കുന്നു. അല്ലയോ ബ്രഹ്മൻ, ഭഗവാൻ ഉപദേശിച്ചതിനെ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നതിനെ അറിഞ്ഞ് ആ ഭഗവാൻ എനിക്ക് ഭക്തിയും ജ്ഞാനവും നൽകി അനുഗ്രഹിച്ചു. ഇതിന്മീതെ എനിക്കറിയേണ്ടതായി ഇനിയൊന്നുമില്ല. ആ നാരദ മഹർഷിയുടെ ഉപദേശം, അല്ലയോ ശൗനകമുനി, ദേവർഷിയായ നാരദരുടെ പൂർവജന്മത്തെയും അതിലുണ്ടായതായ സംഭവിച്ചതായ കാര്യങ്ങളെയും കേട്ടപ്പോ വ്യാസമഹർഷി വീണ്ടും ചോദിച്ചു, ആ ഋഷീശ്വരന്മാര് ആ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോയതിന് ശേഷം ബാലനായ അങ്ങ് എന്ത് ചെയ്തു? തതക്കിമകരോത് ഭവാൻ, അതിനുശേഷം അങ്ങ് എന്ത് ചെയ്തു? അല്ലയോ ബ്രഹ്മപുത്ര, ശേഷമുള്ള കാലത്തെ അങ്ങ് ഏതുവിധ വ്യാപാരത്താൽ കഴിച്ചുകൂട്ടി? ദാസീപുത്രനായി ജനിച്ചതായ ഈ ശരീരം എങ്ങനെയാണ് ഉപേക്ഷിച്ചത്? അപ്പൊ പറഞ്ഞു, എനിക്ക് ഉപദേശം ചെയ്ത് അനുഗ്രഹിച്ച് അവർ പോയ ശേഷം ആകെക്കൂടി എനിക്ക് പ്രാപഞ്ചികമായ ഒരു ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അമ്മയോടുള്ളതാണ്. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഈ ലോകത്തുള്ളൂ. അമ്മയുടെ ഏകപുത്രനാണ് ഞാൻ. അന്യാശ്രയമില്ലാത്ത എന്നില് അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത വാത്സല്യമുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഈ പ്രപഞ്ചത്തില്
ആകെ കൂടിയുള്ള എൻ്റെ പ്രാപഞ്ചിക ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അങ്ങനെ ദുഃഖിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് പശുവിനെ കറക്കാനായി അമ്മ പോയപ്പോൾ എൻ്റെ മാതാവിൻ്റെ കാലിൽ എന്തോ തൊട്ടതായി തോന്നുകയും അത് സർപ്പദംശനമാവുകയും അങ്ങനെ ആ അമ്മ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അമ്മയുടെ മരണം എന്നിൽ ഭഗവാൻ കാട്ടിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ദേശങ്ങൾ തോറും സഞ്ചരിച്ചു, സ്നാനമൊക്കെ ചെയ്ത് നിത്യകർമ്മമൊക്കെ കഴിച്ച് വിശ്രമിച്ചു. അവിടെ ഇങ്ങനെ ഒരാലിൻ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ ആ പരമാത്മാവിൽ നിന്ന് കേട്ടതിനെ ഞാൻ ചിന്തിച്ചു. ഇളക്കമില്ലാത്ത മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദകമലങ്ങളെ ധ്യാനിച്ചു. എൻ്റെ ഹൃദയത്തിൽ ആ ഭഗവത് സ്വരൂപം മെല്ലെ മെല്ലെ പ്രകാശിക്കുവാൻ തുടങ്ങി. ഭഗവാങ്കലുള്ള പ്രേമത്തെ, ആ പ്രേമാധിക്യത്തെ, ഭക്തിയുടെ ആദ്യപടിയായ രോമാഞ്ചവും കണ്ണുനീരുമൊക്കെ എനിക്കുണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ആനന്ദത്തിൻ്റെ മഹാപ്രവാഹത്തിൽ ഞാൻ മുങ്ങി. ആ ഹരിസ്വരൂപത്തെ വ്യക്തമായി കാണാൻ സാധിച്ചു. ഞാൻ ദേഹബോധമില്ലാത്തവനായി ശരീരബോധത്തെ ഞാൻ വിസ്മരിച്ചു. മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതും സകല ദുഃഖത്തെയും നിശേഷം നശിപ്പിക്കുന്നതുമായ ഭഗവത് രൂപത്തെ കാണാൻ സാധിച്ചു. ആ ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം നിമിത്തം ഇത്രയും കാലം ഞാൻ ഉഴന്നു നടക്കുകയായിരുന്നു. ഇനി അസ്മിൻ ജന്മനി, ഈ ജന്മത്തില് നിനക്ക് എന്നെ കാണാനായിക്കൊണ്ട് അർഹതയില്ല. ആ ഭഗവത് രൂപം പെട്ടെന്നുള്ളിൽ നിന്ന് മറഞ്ഞപ്പോൾ, കരഞ്ഞു വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാന് ദുർദർശഃ കുത്സിതയോഗിനഃ, ഈ ജന്മത്തില് എന്നെ കാണാൻ അർഹതയില്ല. കാമാദിദോഷങ്ങള് നിശേഷം നശിച്ചിട്ടില്ലാത്ത കുയോഗികൾക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പക്ഷേ നിന്റെ മനസ്സ് എന്നിൽ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഓർമ്മയ്ക്ക് നാശമുണ്ടാവില്ല. ആ സത്യസ്വരൂപൻ നിന്റെ ഉള്ളിൽ തന്നെ വിളങ്ങും. ഓരോ അവസരത്തിൽ ചെയ്യുന്ന മംഗളകർമ്മങ്ങൾ സ്മരിച്ചുകൊണ്ട്, ഭഗവാൻ ഓരോരോ അവസരത്തിൽ ചെയ്തതായ ഭഗവത് ലീലകൾ സ്മരിച്ചുകൊണ്ട്, മതമാത്സര്യാദികളൊക്കെ വെടിഞ്ഞുകൊണ്ട് ഈ ശരീരത്തെ വെടിയുവാനുള്ള സമയം കാത്തിരുന്നു. അങ്ങനെ ആ സമയമായപ്പോൾ ആ ദേഹം ഉപേക്ഷിക്കുകയും ഇപ്പോൾ ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭഗവത് കഥകൾ പാടിക്കൊണ്ട്, ഭഗവത് നാമസങ്കീർത്തനം നടത്തിക്കൊണ്ട് ഞാനിങ്ങനെ ലോകത്ത് ചുറ്റിത്തിരിയുകയാണ്. അപ്പൊ നാരദ മഹർഷിയുടെ കഥ ഇങ്ങനെ കേട്ടു. ഈ വ്യാസ നാരദ സംവാദം, ശ്രീനാരദന്റെ ജീവിത ചരിത്രത്തിൽ ശ്രദ്ധാലുവായ വ്യാസൻ, അപ്പൊ ഇത് ശ്രോതാവിൻ്റെയും വക്താവിൻ്റെയും, ഒരു ശ്രോതാവ് എന്ന് പറഞ്ഞാൽ ശ്രോതാവിന് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്, വക്താവിന് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയുള്ള ആളാണ് കേൾക്കേണ്ടത്, എങ്ങനെയുള്ള ആളാണ് പറയേണ്ടത്, ഇത് ശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അധികാരി ഭേദം, അധികാരി തു വിധിവത്
വേദവേദാംഗത്വേന ആപാതതഃ അധിഗത അഖിലവേദാർത്ഥ അസ്മിൻ ജന്മനി ജന്മാന്തരേവ കാമ്യനിഷിദ്ധവർജന പുരസരം നിത്യനൈമിത്തിക പ്രായശ്ചിത്ത ഉപാസന അനുഷ്ഠാനേന നിർഗത നിഖില കന്മഷതയാ നിതാന്ത നിർമ്മല സ്വാന്തഃ സാധന ചതുഷ്ടയ സമ്പന്നഃ പ്രമാദ. ആരാണ് ഈ ശാസ്ത്രത്തിന് അധികാരി? അധികാരി തു വിധിവത്, വിധിയാവണ്ണം വേദവേദാംഗത്വേന ആപാതതഃ, വേദവേദാംഗങ്ങളുടെ മറുകര കണ്ടവൻ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, ജ്യോതിഷം, നിരുക്തം, ഛന്ദസ് മുതലായ 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പിന്നീട് ഈ വേദാംഗങ്ങൾ, ഇവയുടെയൊക്കെ മറുകര കണ്ടവൻ. അതെങ്ങനെയാ ഒരു ജന്മം കൊണ്ട് ഇത് സാധിക്കുമോ? അസ്മിൻ ജന്മനി ജന്മാന്തരേവ, ഈ ജന്മത്തോ മുൻജന്മങ്ങളിലോ, ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ, ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യമുള്ളവർക്ക് മാത്രമേ ഭാഗവതം ലഭിക്കൂ. അപ്പോൾ അസ്മിൻ ജന്മനി ജന്മാന്തരേവ, ഈ ജന്മത്തോ പൂർവജന്മങ്ങളിലോ, കാമ്യനിഷിദ്ധ വർജന പുരസരം, കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, നിഷിദ്ധ കർമ്മങ്ങൾ വർജിച്ചുകൊണ്ട്, വേദത്തിലൊക്കെ പറയും കളഞ്ചം മാ ഭക്ഷയേത്, സന്ധ്യാവന്ദനം കുര്യാത്. അപ്പോൾ വിധിയുണ്ട്, നിഷേധവുമുണ്ട്. സന്ധ്യാവന്ദനം കുര്യാത്, അത് ഒരു വിധിയാണ്, സന്ധ്യാവന്ദനം ചെയ്യണം. കളഞ്ചം മാ ഭക്ഷയേത്, വിഷം പുരട്ടിയ അമ്പുകൊണ്ട് വധിച്ച പക്ഷിയുടെ മാംസം കഴിക്കരുത്, അത് നിഷേധമാണ്. അപ്പോൾ വിധി നിഷേധങ്ങൾ. അപ്പോൾ അസ്മിൻ ജന്മനി ജന്മാന്തരേവ കാമ്യ നിഷിദ്ധ വർജന പുരസരം നിത്യനൈമിത്തിക പ്രായശ്ചിത്ത ഉപാസന അനുഷ്ഠാനേന, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സന്ധ്യാവന്ദനം നിത്യകർമ്മത്തിൽപ്പെടുന്നതാണ്, സന്ധ്യാജപം. നൈമിത്തിക കർമ്മം, ഒരു പുത്രനുണ്ടായി ആ പുത്രൻ്റെ ജാതകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കാമ്യകർമ്മങ്ങൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതായ കർമ്മം, ചാന്ദ്രായണം മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. അപ്പോൾ നൈമിത്തിക പ്രായശ്ചിത്ത കർമ്മങ്ങൾ, ഓരോന്നിനും പ്രായശ്ചിത്തം ചെയ്യുക. ഉപാസന, ഉപാസന, ഒരു ഗുരുനാഥനെ കണ്ടെത്തി ആ ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് മന്ത്രദീക്ഷയൊക്കെ സ്വീകരിച്ച് ആ വിധിയാമണ്ണം ജപവും പുരസ്ചരണവും ഒക്കെ നടത്തുക. പക്ഷെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നല്ലൊരു ഗുരുനാഥനെ കിട്ടുക എന്നൊക്കെ പറയുന്നത്. വായ്ത്തല മൂർച്ച കൂടിയ വാളിൻ്റെ മുകളിൽ കൂടി നടക്കുന്നത് പോലെ ക്ഷുരസ്യ ധാരാ നിശിതം ദുരത്യയാ ദുർഗം പഥം തത് കവയോ വദന്തി. അതുപോലെ പ്രയാസമുള്ള കാര്യമാണ് നല്ല ഒരു ഗുരുനാഥനെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ കാമ്യ നിഷിദ്ധ വർജന പുരസരം നിത്യനൈമിത്തിക പ്രായശ്ചിത്ത ഉപാസന അനുഷ്ഠാനേന, ഉപാസന, ഇവയുടെ അനുഷ്ഠാനം കൊണ്ട് നിർഗത നിഖില കൽമഷതയാ, മനോമാലിന്യങ്ങളെല്ലാം ഇല്ലാതാവും. മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ പലവിധ ശത്രുക്കളുണ്ട്. നമ്മൾ ശത്രുസംഹാര പുഷ്പാഞ്ജലിയൊക്കെ ക്ഷേത്രത്തിൽ കഴിക്കാറില്ലേ? ശത്രുതയാണ് സംഹരിക്കേണ്ടത്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, അസൂയ, ഡംഭ്, കുശുമ്പ്, ഇങ്ങനെയുള്ളതായ ശത്രുക്കൾ നമ്മുടെ ഉള്ളിലുണ്ട്.
ഇവയൊക്കെ ഇല്ലാതാക്കണം. അപ്പം ഇതൊക്കെ ഉപാസന കൊണ്ട് സാധിക്കും. കാമ്യ നിഷിദ്ധ വർജന പുരസരം നിത്യനൈമിത്തിക പ്രായശ്ചിത്ത ഉപാസന അനുഷ്ഠാനേന. ഇതൊക്കെ ചെയ്താൽ എന്തുണ്ടാവും? നിർഗത നിഖില കൽമഷതയാ, മനോമാലിന്യങ്ങളെല്ലാം ഇല്ലാതാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല. പക്ഷേ ചിമ്മിനി വിളക്ക്, അതിൻ്റെ ചിമ്മിനി എടുത്ത് ഇടയ്ക്കിടയ്ക്ക് തുടച്ചു വൃത്തിയാക്കിയില്ലെങ്കിൽ ആ വിളക്കിന് ശരിയായ പ്രകാശമുണ്ടാവില്ല. അപ്പോൾ അതുപോലെ മനസ്സിൻ്റെ മാലിന്യങ്ങളെല്ലാം ഇല്ലാതാവണം, മനോമാലിന്യങ്ങൾ ഇല്ലാതാവണം. അങ്ങനെ നിർഗത കൽമഷതയാ നിതാന്ത നിർമ്മല സ്വാന്ത, നിതാന്തമായ നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവനാവണം. സാധന ചതുഷ്ടയ സമ്പന്ന, സാധന ചതുഷ്ടയങ്ങൾ അനുഷ്ഠിക്കുന്നവനായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒരാളാണ് ഈ വേദാന്ത ശാസ്ത്രത്തിന് അധികാരിയായിട്ടുള്ളവൻ. നമ്മൾ പറയാറില്ലേ, പരീക്ഷത്തിന് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും അറിയാമായിരുന്നു. അതുകൊണ്ട് നല്ല ഒരു ശ്രോതാവാകാൻ കഴിഞ്ഞു. നമുക്ക് ഇതിലൊന്നു മാത്രമേ അറിയത്തുള്ളൂ, ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, ഡേറ്റ് ഓഫ് ഡെത്ത് അറിയില്ല. ഇന്നേക്ക് 7-ാം നാൾ മരിക്കും എന്നറിയാമായിരുന്നെങ്കിലോ നമ്മൾ അന്നപാനാദികളില്ലാതെ ഇത് വന്ന് കേൾക്കുമായിരുന്നു. അപ്പം രണ്ടാമത് പറഞ്ഞത് നമുക്കറിയില്ല. അപ്പം നല്ല ഒരു ശ്രോതാവ്, നല്ല ഒരു വക്താവ്, വക്താവിൻ്റെ ലക്ഷണം, ശ്രോതാവിൻ്റെ ലക്ഷണം, ആചാര്യൻ്റെ ലക്ഷണം, ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ആചിനോദിഹി ശാസ്ത്രാർത്ഥാൻ ആചാരേ സ്ഥാപയത്യപി സ്വയം ആചരതേ തസ്മാൽ ആചാര്യ ഇതി കഥ്യതേ. ആചിനോദിഹി ശാസ്ത്രാർത്ഥാൻ, ശാസ്ത്രാർത്ഥങ്ങൾ വേർതിരിച്ചറിയുന്നവനും ആചാരേ സ്ഥാപയത്യപി, അവയെ ആചാരത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിവുള്ളവനുമായിരിക്കണം ആചാര്യൻ. ആചാര്യോ വേദസമ്പന്നോ വിഷ്ണുഭക്തോ വിമത്സര മന്ത്രജ്ഞോ മന്ത്രഭക്തശ്ച സദാ മന്ത്രാർത്ഥദശുചി ഗുരുഭക്തി സമായുക്തോ പുരാണജ്ഞോ വിശേഷത ഏവം ലക്ഷണസമ്പന്ന. ഇപ്പം ലക്ഷണസമ്പന്നനായ ഒരു വക്താവായിരിക്കണം. അങ്ങനെ ലക്ഷണസമ്പന്നനായ വക്താവാണെങ്കിൽ ശ്രോതാക്കൾക്ക് കിട്ടേണ്ടതായ കിട്ടും. വേദസമ്പന്നനായിരിക്കണം വക്താവ്. വേദം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. വേദം എന്ന വാക്കിന് തന്നെ അറിവ് എന്നർത്ഥം. വേദം പഠിച്ചവനായിരിക്കണം, അല്ലെങ്കിൽ അറിവുള്ളവനായിരിക്കണം. വിഷ്ണുഭക്ത, വിഷ്ണുഭക്തനായിരിക്കണം. വിമത്സര, ആരോടും ഒന്നിനോടും മത്സര സ്വഭാവമില്ലാത്തവനായിരിക്കണം. മന്ത്രജ്ഞ, മന്ത്രമറിയാവുന്നവനായിരിക്കണം. ആ മന്ത്രമൂർത്തിയെ ഉപാസിക്കുന്നവനായിരിക്കണം. സദാ മന്ത്രാർത്ഥദശുചി, എപ്പോഴും ആ മന്ത്രാർത്ഥത്തെ മനനം ചെയ്യുന്നവനായിരിക്കണം. സദാ ശുചിയായിരിക്കണം, ശുചിത്വമുള്ളവനായിരിക്കണം. ഗുരുഭക്തി സമായുക്ത, ഗുരുഭക്തിയോടുകൂടിയവനായിരിക്കണം. ഭഗവാൻ തന്നെ കുചേലോപാഖ്യാനത്തിൽ പറയുന്നത് എന്താ? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ ഒരുവൻ പൂർണ്ണനാവൂ, പൂർണ്ണകാമനാവൂ. അപ്പോൾ ഗുരുഭക്തി സമായുക്ത, ഗുരുഭക്തിയോടുകൂടിയവനായിരിക്കണം. പുരാണജ്ഞോ വിശേഷത, വിശേഷിച്ചും പുരാണങ്ങളിൽ അറിവുള്ളവനായിരിക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം?
ഭാഗവതം മാത്രം പറഞ്ഞാൽ പോരെ, ഭാഗവതം മാത്രം പഠിച്ചാൽ പോരെ. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുന്നത് മറ്റു പുരാണത്തിലാണ്. ഇപ്പോൾ പത്മപുരാണം പഠിച്ചിരിക്കണം. പുരാണജ്ഞോ വിശേഷത, പുരാണങ്ങൾ തന്നെ 18 ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഭാഗവത പുരാണം, ഭവിഷ്യപുരാണം, മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, വിഷ്ണുപുരാണം, വരുണപുരാണം, വായുപുരാണം, വാമനപുരാണം, അഗ്നിപുരാണം, നാരദപുരാണം, പത്മപുരാണം, കൂർമ്മപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, ഇങ്ങനെയുള്ളതായ പുരാണങ്ങൾ. പുരാണജ്ഞോ വിശേഷത, വിശേഷിച്ചും പുരാണങ്ങളിൽ അറിവുള്ളവനായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഒരു വക്താവാണെങ്കിൽ ശ്രോതാക്കൾക്ക് വേണ്ടതൊക്കെ ലഭിക്കും. അപ്പോൾ വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും ലക്ഷണം